Download now. CC Learning app. ഹലോ ആൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. സോ എവരി വൺ പ്ലീസ് ഡൗൺലോഡ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ ആപ്പ്. നമ്മുടെ ആപ്പിൽ മോക്ക് ടെസ്റ്റുകളുണ്ട്, ഫ്രീ ആയിട്ടുള്ള പോളുകളുണ്ട്, ക്യൂസസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇന്ന് തന്നെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് CUTയിലെ ജനറൽ പേപ്പറിനെ പറ്റിയിട്ടാണ്. CUT എന്ന് പറയുന്നത് ഇന്ത്യയിലെ മികച്ച സർവകലാശാലകളിൽ പഠിക്കാനുള്ള +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഒരു അവസരമാണ്. 4 വർഷം അടിച്ചു പൊളിക്കാനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരോടൊപ്പം അതോടൊപ്പം തന്നെ മറ്റ് സഹപാഠികളോടൊപ്പം തന്നെ പഠിക്കാനായിട്ട് പറ്റും. മികച്ച ഒരു കൾച്ചറൽ എക്സ്പോഷർ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ സബ്ജക്ട് പേപ്പറിനോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പേപ്പറാണ് നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. ജനറൽ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പൾസറി ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ 13 ലാംഗ്വേജസിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് എഴുതാനായിട്ട് പറ്റും. 13 ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, മലയാളം ഉണ്ടായിരിക്കും, ഹിന്ദി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ ശരി ഉത്തരത്തിനും നമുക്ക് 5 മാർക്ക് ആയിരിക്കും ലഭിക്കാനായിട്ട് പോകുക. അതോടൊപ്പം തന്നെ ഓരോ തെറ്റുത്തരത്തിനും നമുക്ക് 1 മാർക്ക് വീതം നെഗറ്റീവായിട്ട് പോവുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഏകദേശം ഒരു മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നമ്മുടെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സിലബസ് നമ്മൾ ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും നമുക്ക് എങ്ങനെയാണ് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ നോക്കുകയാണെങ്കിൽ നാഷണൽ ഇന്റർനാഷണൽ ന്യൂസിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം, ഗവൺമെന്റ് സ്കീമിൽ നിന്ന് ചോദ്യം വരാം, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വരാം, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരാം, ജോഗ്രഫിയിൽ നിന്ന് വരാം, പൊളൈറ്റിൽ നിന്ന് വരാം, ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് വരാം, അവാർഡ്സിൽ നിന്ന് വരാം, ബുക്സിൽ നിന്ന് വരാം, മറ്റുള്ള പേഴ്സണാലിറ്റികൾ ന്യൂസിലുള്ള പേഴ്സണാലിറ്റികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ ജനറൽ നോളജ് എന്നുള്ള പോർഷനിൽ നമുക്ക് വരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കും ജനറൽ മെന്റൽ എബിലിറ്റിയും അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി നമ്മൾ ഏകദേശം മാത്സ് ആ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ അതിന്റെ കീ സബ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അനലോഗീസ് വരാം, സീരീസ് വരാം, കോഡിംഗ് ഡീകോഡിംഗ് വരാം, പസിൽസ് വരാം, നമ്പർ സിസ്റ്റം വരാം, പെർസെൻറ്റേജസ് വരാം, റേഷ്യോ വരാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരാം, ടൈം ആൻഡ് വർക്ക് വരാം, മെൻസുറേഷൻ വരാം, അൾജിബ്ര വരാം. അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് ജനറൽ മെന്റൽ എബിലിറ്റിയിലും ന്യൂമറിക്കൽ എബിലിറ്റിയിലും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ഇത് മാത്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് റീസണിലേക്ക് വരികയാണെങ്കിൽ വി ഹാവ് അരിത്തമെറ്റിക്സ്, അവിടെ തന്നെ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും, റേഷ്യോ ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വി ഹാവ് അൾജിബ്ര, അതിൽ തന്നെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു വെച്ചോ, നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലെ തന്നെ ജോമെട്രി ഉണ്ടായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിലേക്ക് വരികയാണെങ്കിൽ സിലോജിസം ഉണ്ടായിരിക്കും, അസംഷൻസ് ഉണ്ടായിരിക്കും, കൺക്ലൂഷൻസ് ഉണ്ടായിരിക്കും, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും, പസിൽസ് ഉണ്ടായിരിക്കും, ഡാറ്റ സഫിഷ്യൻസി ഉണ്ടായിരിക്കും, ക്രിട്ടിക്കൽ റീസണിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി ജനറൽ സയൻസ്, നമുക്ക് സയൻസിൽ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടും ചോദ്യങ്ങൾ വരില്ല, 1-2 ചോദ്യങ്ങൾ മാത്രമേ സയൻസിൽ നിന്ന് വരുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് ചോദിക്കാം, കെമിസ്ട്രി ചോദിക്കാം, ബയോളജി ചോദിക്കാം, ക്ലൈമറ്റ് ചേഞ്ച് ചോദിക്കാം, പൊല്യൂഷൻ ചോദിക്കാം, റിന്യൂവബിൾ എനർജി ചോദിക്കാം, കൺസർവേഷൻ ചോദിക്കാം, എൻവയോൺമെന്റൽ പോളിസീസ് ഒക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ടോപ്പിക് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ജനറൽ നോളജിൽ നിന്ന് 10 മുതൽ 15 ക്വസ്റ്റ്യൻ വരെയാണ് നമുക്ക് GKയിൽ നിന്ന് ചോദിക്കാം, GK ഓർ കറണ്ട് അഫയേഴ്സ്. ഇനി മറ്റ് ജനറൽ അവയർനെസ്സിൽ നിന്ന് നമുക്ക് ഏകദേശം 4 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ അവിടെ നിന്ന് പ്രതീക്ഷിക്കും. നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഇത്ര ക്രിസ്പ് ആയിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല, കാരണം ഇത് റീസെന്റ് ആയിട്ട് തുടങ്ങിയ ഒരു എക്സാം ആണ്, 2022 ശേഷം മാത്രം തുടങ്ങിയ ഒരു എക്സാം ആണ്. അതോടൊപ്പം തന്നെ കറണ്ട് ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ 4 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ അതിൽ നിന്ന് നോക്കാം, അതിൽ നിന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 10 മുതൽ 15 ക്വസ്റ്റ്യൻ വരെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിക്കാം. ഇനി റീസണിങ്ങിൽ നമുക്ക് 10 മുതൽ 15 ക്വസ്റ്റ്യൻ വരെ റീസണിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ജനറൽ പേപ്പറിനെ പറ്റി പറയാനായിട്ട് പോവുകയാണെന്നത്. നമ്മൾ കോമ്പറ്റിറ്റീവ് ക്രാക്കർ 30 ദിവസത്തെ ക്രാഷ് ബാച്ച് കോമ്പറ്റിറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് +2 കഴിഞ്ഞിട്ട് നല്ല ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. സോ എല്ലാവരും ഈ ഒരു ചാൻസ് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മൾ ജനറൽ പേപ്പറിനായിട്ട് സ്പെഷ്യൽ ബാച്ച് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കൊമേഴ്സ്, ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റുകൾക്കും പ്രത്യേകം ബാച്ചുകൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.